മെക്സിക്കോയുമായും കാനഡയുമായുമുള്ള വ്യാപാര സംഘർഷങ്ങൾ 2026 ഫുട്ബോൾ ലോകകപ്പിന് ഉത്തേജനമാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ വൈറ്റ് ഹൌസ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഫിഫ തലവൻ ഗിയാനി ഇൻഫാന്റിനോയ്ക്കൊപ്പം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപിന്റെ പരാമർശം. 2026 ലോകകപ്പിലെ സഹ ആതിഥേയരായ രാജ്യങ്ങളുമായി തന്റെ ഭരണകൂടം തുടരുന്ന തർക്കം ടൂർണമെന്റിനെ ബാധിക്കുമെന്ന സൂചനകളെ പാടെ തള്ളിക്കളയുന്നതായിരുന്നു ട്രംപിന്റെ പ്രസംഗം. US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഫുട്ബോൾ സംഘാടനത്തെ എങ്ങനെ ബാധിച്ചേക്കാമെന്ന് ചോദിച്ചപ്പോൾ അത് കൂടുതൽ ആവേശകരമാക്കുമെന്ന് താൻ കരുതുന്നു എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. പിരിമുറുക്കം ഒരു നല്ല കാര്യമാണ്, അത് കാര്യങ്ങൾ കൂടുതൽ ആവേശകരമാക്കുന്നു. ഫുട്ബോൾ സംഘാടനത്തിന് ഞങ്ങൾ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കായിക പരിപാടി ആസൂത്രണം ചെയ്യുന്നതിന് ടാസ്ക് ഫോഴ്സ് സഹായിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചരിത്രബോധം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ബ്രിട്ടനിലെ അംബാസഡർ ഫിൽ ഗോഫിന്റെ പരാമർശങ്ങൾ വിവാദമായതിനു പിന്നാലെ ന്യൂസിലൻഡ് അദ്ദേഹത്തെ തിരികെ വിളിച്ചു. ട്രംപിനെക്കുറിച്ച് ഗോഫ് പറഞ്ഞത് ന്യൂസിലൻഡ് സർക്കാരിന്റെ അഭിപ്രായമല്ലെന്ന് വിദേശകാര്യമന്ത്രിയുടെ വക്താവ് വ്യക്തമാക്കിയിരുന്നു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ നാസി ഭരണകൂടത്തെ സന്തോഷിപ്പിക്കാനുള്ള രണ്ടാം ലോകയുദ്ധകാല കരാറിനോടായിരുന്നു ഗോഫ് താരതമ്യപ്പെടുത്തിയിരുന്നത്.